ഇന്ത്യ അലയൻസിന്റെ ഭാഗമായതിനാൽ UDF-നെതിരെ പോർമുഖം തുറക്കേണ്ട എന്ന് കരുതിയാവണം സർവകലാശാലകളെ ലക്ഷ്യം വെക്കുകയാണ് കേരളത്തിൽ CPIM-ഉം SFI-യും. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, സംസ്കൃതം എന്നീ സർവകലാശാലകൾ ഒറ്റയടിക്ക് സമരവേദികളാക്കി മാറ്റിക്കഴിഞ്ഞു. MG-യിലും മറ്റും മുറുമുറുപ്പ് ആരംഭിച്ചിട്ടുമുണ്ട്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിനെയാണ് ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് എന്നതിനാൽ അദ്ദേഹം വൈസ് ചാൻസലർ ചുമതല വഹിക്കുന്ന കേരള സർവകലാശാലയ്ക്കൊപ്പം അദ്ദേഹം സ്ഥിരം വൈസ് ചാൻസലറായുള്ള ആരോഗ്യ സർവകലാശാലയ്ക്ക് കൂടി എതിരെയാണ് സമരത്തിന്റെ നീക്കം, അല്ലെങ്കിൽ CPIM-ന്റെ വിദ്യാർത്ഥി സംഘടനയുടെ സമരപ്പോര് എന്ന് വ്യക്തം. ഈ അവസരം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് CPIM-ന്റെ മുതിർന്ന നേതാവും അതുപോലെ പാർട്ടി അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഏറെയായി തീണ്ടാപ്പാടകലെ നിർത്തിയിരിക്കുന്ന മുൻ ധനമന്ത്രിയുമായ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ തോമസ് ഐസക്. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ തുടക്കം മുതൽ പാർട്ടി പരിഗണനയ്ക്ക് പുറത്താണ് അദ്ദേഹം. ഇടയ്ക്കിടെ ധനസ്ഥിതി, അധികാര വികേന്ദ്രീകരണം അല്ലെങ്കിൽ പഴയ ജനകീയാസൂത്രണം തുടങ്ങിയ വിഷയങ്ങളിൽ നെടുങ്കൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതി സംതൃപ്തി അടയുക എന്ന ഒരേ ഒരു മാർഗം മാത്രമേ, സാധ്യത മാത്രമേ തൽക്കാലം അദ്ദേഹത്തിന്റെ മുന്നിലുള്ളൂ. ഏതായാലും പുതിയ സാഹചര്യം, പുതിയ ശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടാകണം കഴിഞ്ഞ ദിവസങ്ങളിൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ ലക്ഷ്യമിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് തോമസ് ഐസക്. തന്റെ പഴയ CDS കാലവും കയർപിരി ഡോക്ടറേറ്റുമൊക്കെ ഓർത്താവണം FB-യിൽ എഴുതിയത്. മാറിയ കാലത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അടുത്തറിയാൻ ശ്രമിച്ചിട്ടില്ല എന്ന് കുറിപ്പിന്റെ തുടക്കം മുതൽ വെളിപ്പെടും. ലക്ഷ്യം സ്വന്തം പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉഴുതുമറിച്ച് നാശത്തിന്റെ വക്കിലെത്തിച്ചത് മറന്നുപോയതാകണം, അല്ലെങ്കിൽ അത് മായ്ച്ചു കളയാനുള്ള ശ്രമമാവണം. മറ്റൊരു സാധ്യത ജനശ്രദ്ധ പിടിച്ചുപറ്റലാണ്. ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും കിട്ടാത്ത വല്ല ചാനലുകാരും വാർത്തയാക്കിയാൽ രക്ഷപ്പെട്ടില്ലേ എന്നും കരുതി കാണണം. അങ്ങനെ ആദ്യം പിടികൂടിയത് സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെയായിരുന്നു. അത് നനഞ്ഞ പടക്കമാണ് എന്ന് കരുതിയാവണം തൊട്ടുപിറകെ പാഞ്ഞുപോയിരിക്കുന്നത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സജുവിന്റെ നേർക്കാണ്. പ്രൊഫസർ സജുവിന് അക്കാദമിക യോഗ്യത ഇല്ല എന്നതാണ് മുൻ മന്ത്രിയുടെ ആദ്യ ഉണ്ടയില്ല വിടി. ഇങ്ങനെ ഒരു ഫേക്ക് പ്ലാറ്റ്ഫോം തട്ടിക്കൂട്ടിയ ശേഷം അങ്ങ് കത്തിക്കയറുകയാണ് വസ്തുതകളുടെ പിൻബലം ഒട്ടുമില്ലാതെ വാചകമടി നടത്തുന്ന പതിവ് CPM ലൈനിൽ. ഗവർണർ നിയോഗിക്കുന്നത് സംഘി വൈസ് ചാൻസലർമാരെയാണ് എന്ന പതിവ് ഇടത് ആരോപണം ആവർത്തിക്കുന്നു. തുടർന്ന് അത്തരത്തിൽ നിയോഗിക്കപ്പെട്ട വൈസ് ചാൻസലർമാരുടെ അക്കാദമിക നിലവാരം സാമൂഹ്യ ഓഡിറ്റിന് വിധേയമാക്കണം എന്ന മധുര മനോജ്ഞമായ നടക്കാത്ത സ്വപ്നം പങ്കുവയ്ക്കുന്നുമുണ്ട്. അതിനായി കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സജുവിന്റെ അക്കാദമിക പശ്ചാത്തലം പഠിച്ചത്രേ. ആധാരമാക്കിയിരിക്കുന്നത് സർവകലാശാലകളുടെ പ്രവർത്തന മികവ് ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്രമായ ഇന്റേണൽ ക്വാളിറ്റി അഷ്വറൻസ് സെൽ IQAC-യെ. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാറ്റിലെ IQAC ഫാക്കൽറ്റി പ്രൊഫൈലിൽ, അതായത് അധ്യാപകരെ കുറിച്ചുള്ള വിവര ശേഖരത്തിൽ 2019-22 കാലത്ത് 8 അക്കാദമിക പ്രബന്ധങ്ങൾ മാത്രമാണ് ഡോക്ടർ സജുവിന് പ്രസിദ്ധീകരിക്കാനായത് എന്ന് കാണുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൈവിരലുകളിൽ എണ്ണാവുന്ന ഏതാനും സെമിനാർ പ്രബന്ധങ്ങൾ കൂടി മാത്രമേ പ്രൊഫസർ സജുവിന് ഉള്ളൂ എന്നും CPIM നേതാവ് പറയുന്നു. 31 വർഷം നീണ്ട അക്കാദമിക ജീവിതത്തിൽ, അക്കാദമിക കരിയർ കാലത്ത് ആകെ അവകാശപ്പെടാവുന്നത് കേവലം 30-35 പ്രസിദ്ധീകരണങ്ങളാണെന്നും അതേസമയം കിസാറ്റിലെ ശാസ്ത്ര വിഭാഗം തലവന്മാരുടെ പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം 100-നും 150-നും ഇടയിലാണ് എന്നും തോമസ് ഐസക് കൂട്ടിച്ചേർക്കുന്നു. പറയുന്നത് ഒരു മുൻ മന്ത്രിയല്ലേ, പ്രമുഖ പാർട്ടികളിൽ ഒന്നിന്റെ നേതാവല്ലേ എന്ന് കരുതി പ്രൊഫസർ സജുവിന്റെ വിദ്യാഭ്യാസവും യോഗ്യതകളും സംബന്ധിച്ച് ഒന്ന് പരിശോധിച്ചാലോ എന്ന് വെച്ചു. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം, NIT കാലിക്കറ്റിൽ നിന്ന് മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ PG, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെറ്റീരിയൽ സയൻസ് സ്പെഷ്യലൈസേഷനിൽ PhD. തുടർന്ന് 1993-ൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫോമേഴ്സ് ഇലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡ് എന്ന കേരള ഗവൺമെന്റ് സ്ഥാപനത്തിൽ കമ്പനിയിൽ ജോലി നേടി. 1999 വരെ അവിടെ പ്രവർത്തിച്ചു. ബോംബെ, കൊൽക്കത്ത റീജിയണൽ ഓഫീസുകളുടെ ചാർജ് വഹിച്ച് ഭരണപാടവം കൂടി നേടിയെടുത്തു. ആ സമയത്ത് 1999-ൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ലെക്ചററായി ചേർന്നു. 27 വർഷമായി ആ ജോലിയിൽ തുടരുന്നു. 2 തവണ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയി. 2015 മുതൽ 19 വരെ ഇന്റർനാഷണൽ റിലേഷൻസ് ഇൻ അക്കാഡമിക് അഡ്മിഷൻസ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു. ഈ സ്ഥാനത്തിരിക്കെ മെച്ചപ്പെട്ട സേവനം നടത്തിയതിന് അന്നത്തെ ഇടത് സിൻഡിക്കേറ്റ് അഭിനന്ദന കത്ത് നൽകിയിട്ടുമുണ്ട്. 4 വർഷത്തോളം UGC നോമിനിയായി സിൻഡിക്കേറ്റ് അംഗമായും പ്രവർത്തിച്ചു. ഇന്നൊവേഷൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ സ്ഥാപക തലവനാണ്. അതുവഴി DST ഫണ്ട് ഉപയോഗിച്ച് 25ഓളം പേരെ പരിശീലിപ്പിച്ച് വിജയം കണ്ട സംരംഭകരാക്കി. 1 കോടി രൂപയോളം പ്രോജക്ട് ഫണ്ടിംഗ് ലഭ്യമാക്കി. കുസാറ്റിന് പുറത്ത് തമിഴ്നാട്ടിലെ അണ്ണാ യൂണിവേഴ്സിറ്റി R&D ഗവേണിംഗ് ബോഡിയിലെ UGC അംഗമായി. NAC പിയർ കമ്മിറ്റി ചെയർമാൻ, AICTE UGC അംഗം തുടങ്ങി പല പദവികൾ വഹിച്ചിട്ടുമുണ്ട്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലുപരി കേരള ടെക്നോളജിക്കൽ സർവകലാശാല, അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിലെ വൈസ് ചാൻസലർ പദവികളിലേക്ക് ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. 2024 കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായ കേരള ഗവർണർ നിയമിച്ചത്. ഇനിയാണ് കാര്യമറിഞ്ഞ് ബോധപൂർവമോ അല്ലെങ്കിൽ കാര്യമറിയാതെയോ മുൻമന്ത്രിയുടെ മറ്റു ചില ആരോപണങ്ങൾ കൂടിയുള്ളത്. പ്രൊഫസർമാരും ഗവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവരും അവരവരുടെ ഗവേഷണ മേഖലകൾ സംബന്ധിച്ച് അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരിക്കണമെന്നുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് കരുതുന്ന ജേണലുകളിൽ ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതുന്നവരാണ് ഏറ്റവും മിടുക്കന്മാരായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ വഴിക്കുള്ള മികവിന്റെ പട്ടിക പ്രൊഫസർമാരുടെ വിഷയങ്ങളുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന്, വൈദ്യശാസ്ത്രത്തിലെയോ എഞ്ചിനീയറിംഗിലെയോ പ്രൊഫസർമാരെ മറ്റു വിഷയങ്ങളിലെ, അതായത് ഭാഷകളിലെയോ അതുപോലെ തന്നെ മാനവിക വിഷയങ്ങളിലെയോ പ്രൊഫസർമാരുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഡോക്ടർ സജുവിന്റെ H ഇൻഡെക്സ് 10 ആണ്. 35 പേപ്പർ മാത്രമേ ഉള്ളൂ എന്ന് തോമസ് ഐസക് ആരോപിക്കുന്നത് സ്കോപ്പസ് ഇൻഡെക്സ് ഉള്ള പേപ്പറുകളെ കുറിച്ചാണ്. റെഫറീഡ് പേപ്പർ 70-ലേറെ ഉണ്ട്. അത് കാണാനോ പറയാനോ ഇടത് നേതാവിന് താല്പര്യമില്ല എന്നല്ല, അറിഞ്ഞോ അറിയാതെയോ മറച്ചു വെക്കുന്നത് കൂടിയാവണം. ഇനി ഇത്രയും പേപ്പറുകളാവട്ടെ എഞ്ചിനീയറിംഗ് പ്രൊഫസർമാരെ സംബന്ധിച്ചിടത്തോളം മികച്ച എണ്ണമാണ് താനും. എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള പേപ്പറുകളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെല്ലാം. 7 PhD-കാരെ വാർത്തെടുത്തിട്ടുമുണ്ട്. എഞ്ചിനീയറിംഗിൽ PhD-ക്ക് അപേക്ഷകർ നന്നേ പൊതുവെ കുറവാണ് എന്നിരിക്കെയാണ് ഈ നേട്ടം എന്നതും ശ്രദ്ധിക്കണം. സ്വന്തമായി 2 പേറ്റന്റുകൾ നേടിയിട്ടുണ്ട്. ഒപ്പം ഇന്നൊവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ വഴി 10 പേറ്റന്റുകൾ നേടുന്നതിലേക്ക് വിദ്യാർത്ഥികളെ നയിച്ചിട്ടുമുണ്ട്. ക്യുസാറ്റിൽ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾ, അന്തർദേശീയ വിദ്യാർത്ഥികൾ 2ഓ 3ഓ ആയിരുന്നത് 50ഓളമായി ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇതാകട്ടെ ഏതാണ്ട് പ്രവേശനം നൽകാവുന്ന പരമാവധി സീറ്റുമായിരുന്നു. 30ഓളം ധാരണാപത്രങ്ങൾ, MOU-കൾ വിദേശ സർവകലാശാലകളുമായി ഒപ്പിട്ടു. 14 രാജ്യങ്ങളിൽ ഈ രംഗത്ത് പ്രവർത്തിച്ച, അക്കാദമിക രംഗത്ത് പ്രവർത്തിച്ചുള്ള അനുഭവജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ USIEF നൽകുന്ന എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സൃഷ്ടിക്കാനായി നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയവും ഗൗരവമേറിയതുമായ കോഴ്സിന് ചുരുക്കം പേർക്ക് മാത്രമേ പ്രവേശനവും ഫെലോഷിപ്പും കിട്ടാറുള്ളൂ. അതിൽ ഫുൾ ബ്രൈറ്റ് ഫെലോയാണ് പ്രൊഫസർ സജു. ഇതിനൊക്കെ അപ്പുറം വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് സർക്കാർ പരിഗണിക്കുന്നതിന് സർക്കാർ നൽകുന്ന പേര് ഗവർണർമാർ യോഗ്യത പോലും പരിശോധിക്കാതെ അംഗീകരിക്കുന്ന കാലം ഉണ്ടായിരുന്നല്ലോ, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി എത്തുന്നതിന് മുൻപുള്ള കാലം. അക്കാലത്ത് ഇടതു സർക്കാർ നിയോഗിച്ചിരുന്നത് കണ്ണൂർ സർവകലാശാലയിൽ, അതായത് ഡോക്ടർ സജുവിന് മുൻപേ വൈസ് ചാൻസലറായി പ്രവർത്തിച്ചിരുന്നത് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനായിരുന്നു. അദ്ദേഹത്തിന്റെ H ഇൻഡെക്സ് കേവലം 1 ആണ്. പ്രൊഫസർ സജുവിന്റേത് നേരത്തെ പറഞ്ഞുവല്ലോ 10. സ്കോപ്പസ് ഇൻഡെക്സ്ഡ് ആയിട്ടുള്ള ലേഖനം പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന് 1 മാത്രം. അദ്ദേഹത്തിനാകട്ടെ പ്രൊഫസർ സജുവിന്റെ എഞ്ചിനീയറിംഗ് മേഖലയെ അപേക്ഷിച്ച് എത്രയോ കൂടുതൽ ലേഖനങ്ങൾ എഴുതാനുള്ള അവസരം ഉണ്ടെന്നിരിക്കെയാണ് ഇത് എന്നും ഓർക്കണം. അക്കാലത്ത് മറ്റൊരു പ്രധാന സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയോഗിക്കപ്പെട്ടയാൾ ഒരു കത്തെഴുതാൻ പെട്ട പാടും അത്യധ്വാനം ചെയ്ത ശേഷം പുറത്തു വന്ന വിചിത്രമായ കത്തും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചിരിക്ക് വക നൽകുന്ന ഒന്നായി കറങ്ങി നടക്കുന്നുണ്ട്. ഇത് 2 ഉദാഹരണങ്ങൾ മാത്രം. ഇടതു സർക്കാരുകൾ കാലാകാലങ്ങളായി കണ്ടെത്തിയ മിക്ക വൈസ് ചാൻസലർമാരുടെയും കോളേജ് അധ്യാപകരുടെയും അക്കാദമിക യോഗ്യതകളും മികവും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയെന്ന് കാണാൻ കഴിയുകയും ചെയ്യും. വൈസ് ചാൻസലർ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് തന്നെ അടിസ്ഥാന യോഗ്യത വിദ്യാഭ്യാസ രംഗത്തെ മികവാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ആകുന്നില്ല താനും. ഭരണപരിചയം, അതുപോലെ നേതൃപാടവം, ആശയവിനിമയ ശേഷി തുടങ്ങി പലത് ചേരുമ്പോൾ മാത്രമേ ഒരു നല്ല വൈസ് ചാൻസലർ ഉണ്ടാവുകയുള്ളൂ. അത് വെച്ച് കണ്ണൂർ സർവകലാശാലയുടെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചാലോ? പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ കണ്ണൂർ സർവകലാശാല പരിമിതികളുടെ നടുവിലായിരുന്നു. ഫണ്ടുകൾ നേടിയെടുക്കുന്നതിൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ പ്രൊഫസർ സജു എത്തിയതോടെ വിദ്യാർത്ഥികളുടെ എണ്ണം നേരത്തെ ഉണ്ടായിരുന്ന 1700-ൽ നിന്ന് 5000-ഓളമായി ഉയർന്നു. 15 പ്രോഗ്രാമുകൾ തുടങ്ങി. നൂതന ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സംരംഭകത്വം ശക്തിപ്പെടുത്തി. കേന്ദ്ര പദ്ധതിയായ PM ഉഷയിൽ നിന്ന് 100 കോടി രൂപ നേടിയെടുത്തു എന്ന് മാത്രമല്ല, കിട്ടിയതിൽ 65% സമയബന്ധിതമായി ചെലവിടുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായുള്ള NEP 2020 അനുബന്ധ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷന്റെ ഫണ്ടും സർവകലാശാലയ്ക്കായി നേടിയെടുക്കാൻ പുതിയ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിലുള്ള ടീമിന് കഴിഞ്ഞു. അതേസമയം കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിലെ സർവകലാശാലകൾ മികവിന്റെ പാതയിലാണ് എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് കാരണമാകട്ടെ ചാൻസലർ നിയമിക്കുന്ന വൈസ് ചാൻസലർമാരോ അവരുടെ നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി നേതൃത്വങ്ങളോ ഭരണ സംവിധാനമോ അല്ലതാനും. സംസ്ഥാന സർക്കാരുകളാണ് സർവകലാശാലകളുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്. പിണറായി സർക്കാരുകളുടെ കാലത്ത് സർവകലാശാലകൾക്കുള്ള ഫണ്ട് വിഹിതം ഗവൺമെന്റ് ഗണ്യമായി വെട്ടിക്കുറച്ചു. ഇതോടെ നവീകരണം എന്നത് സ്വപ്നം മാത്രമായി ചുരുങ്ങി.
ഉന്നത വിദ്യാഭ്യാസ രംഗം ആഗോളതലത്തിലും ദേശീയ തലത്തിലും വമ്പിച്ച തോതിൽ പരിഷ്കരിക്കപ്പെടുന്ന കാലത്തായിരുന്നു ആ മേഖലയിൽ ഒന്നും തന്നെ ചെയ്യാതെ കഴുത്ത് ഞെരിക്കുന്ന ഇടത് സമീപനം. പുതിയ സർക്കാർ ഈ മേഖലയോട് എന്ത് നയം സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കാലം.